വാതിൽക്കൽ അറ്റ് ദ ഗേറ്റ് പാർട്ട് 2. കഴിഞ്ഞ ദിവസം പാപം വാതിൽക്കൽ നടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടുകൂടെ ആവുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. അതാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. ഈ വാതിൽക്കൽ പറയുമ്പം പാപം വാതിൽക്കൽ നിൽക്കുന്നു. എന്നാൽ പാപത്തിനെ നമ്മൾ കീഴ്പ്പെടുത്താൻ ഒക്കുന്ന ദൈവവചനം കൊണ്ട് മാത്രം, ദൈവ സാന്നിധ്യം കൊണ്ട്. അല്ലാതെ നമുക്ക് കീഴ്പ്പെടുത്താൻ ഒക്കത്തില്ല. കാരണം മണ്ണിൽ നിന്നെടുത്ത് അല്ലേ നമ്മുടെ ശരീരം, മണ്ണിൻ്റെ സ്വഭാവം തന്നെ കാണിക്കും. പാപത്തിൻ്റെ മണ്ണുമായി മാറി. ഭൂമി പോലും പാപത്തിൻ്റെ അടിമത്തത്തിൽ ഞരങ്ങുന്നെന്ന് പറയും. നമ്മുടെ ശരീരം പാപം ചെയ്യാൻ അങ്ങനെ വ്യഗ്രത കാണിക്കുന്ന ഒരു നേച്ചർ നമ്മളിൽ ഉണ്ടെന്ന് ഓർക്കണം. അതിനെ ജയിക്കാൻ പരിശുദ്ധാത്മാവോ അല്ലെ ദൈവനിയോഗമോ ഇല്ലാതെ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് വളരെ തീക്ഷ്ണമായിട്ട് അത് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈ പാപം വാതിൽക്കൽ നിൽക്കുന്നു. ദൈവം തമ്പുരാന് കയീനെ ഉപദേശിച്ചിട്ട് പോലും കയീൻ പോയി ആബേലിനെ കൊന്നു. അപ്പം കയീൻ ആബേലിനെ കൊല്ലുമെന്ന് ദൈവത്തിന് അറിയാം. എന്നിട്ടത് വാണിംഗ് ചെയ്തിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവന് സാധിച്ചില്ല. അതാണ് പാപത്തിൻ്റെ ആ ഒരു തീക്ഷ്ണമായൊരു ക്യാരക്ടറാണ്. എന്നാൽ ദൈവ ആത്മാവുള്ളവർക്ക് അതിലും ഇരട്ടിയായിട്ടുള്ള തീക്ഷ്ണത വരണം. പലപ്പോഴും നമ്മൾ തീക്ഷ്ണത ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ടോ, അത് കുറവാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ആവർത്തന പുസ്തകം 28 ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ പാപം വാതിൽക്കൽ നിൽക്കുന്നെങ്കിൽ പാപത്തെ ജയിച്ചെന്നിരിക്കട്ടെ, പിന്നെ അങ്ങ് അനുഗ്രഹമാണ്. ഈ പാപത്തെ ജയിക്കാനുള്ള കൃപ വരണമെങ്കിലും ആത്മാവ് വരണം. ഈ 28 പറയുന്നത്, ആവർത്തന പുസ്തകം 28 അനുഗ്രഹമാണ്. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ. അപ്പോൾ വളരെ ശ്രദ്ധ എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുന്ന എത്ര എണ്ണം ഉണ്ട്. കാരണം ഇപ്പോൾ വർത്തമാനം പറയുന്നത് അല്ലെങ്കിൽ ഒരു വോയിസ് ആക്ടിവേറ്റഡ് പ്ലാനറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു പെരുന്നാളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷമുണ്ട്, കല്യാണത്തിന് ശബ്ദം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവർ പറഞ്ഞാൽ പോലും കേൾക്കൂല, അതുപോലത്തെ ശബ്ദമാണ്. ആരും അതൊന്ന് കുറച്ച് വെക്കാൻ പറയത്തില്ല. കാരണം ഈ ശബ്ദത്തിനകത്ത്, കോലാഹലത്തിനകത്ത് അങ്ങ് മനുഷ്യനങ്ങ് ഒരുതരം മന്ദിച്ചിരിക്കുകയാണ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ശ്രദ്ധയോടെ കേട്ട് ഒരു വിശുദ്ധ ഒരു ക്രിയ ചെയ്യാൻ വന്നിടത്ത് അതിൻ്റെ വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. ആജ്ഞാപിക്കുന്നവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ, ദൈവകൽപ്പന പ്രമാണിച്ച് നടന്നാൽ പറഞ്ഞെന്തോ, യഹോവ നിന്നെ ഭൂമിയിലെ സർവ്വജാതിക്കും മീതെ ഉയർത്തും, അവൻ ഉയർത്തും എന്നെ ഉയർത്തുമെന്ന് നമ്മൾ തന്നെത്താനെ പറയാൻ ഒരു ലെവൽ വരണേ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം വരണം. അതുകൊണ്ടാണ് ഈ ജോസഫ് പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ പാപം ചെയ്യുന്നു, അല്ലാതെ പൊത്തിപ്പറിൻ്റെ മുമ്പിലെന്നല്ല പറഞ്ഞ്. ദാറ്റ് ഷുഡ് ബി ദ കേസ്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പേര് കേൾക്കാൻ വേണ്ടിയുള്ളതല്ല ഞാനീ പറയുന്നത്. എൻ്റെ മനസ്സാക്ഷി അല്ലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് വിശുദ്ധമായിട്ട്, അതെല്ലാം നമ്മൾക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ ഉടനെ തന്നെ രക്തം ഒഴിച്ച് കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി, കർത്താവേ എന്നെ കഴുകണമേ, എനിക്ക് തന്നെ കഴിയത്തില്ല. ഒത്തിരി അങ്ങ് പാപത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് ദൈവം ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കണമെങ്കിലും ആത്മാവ് വരണം. അവിടെ ഒരു വലിയ കള്ളക്കളിയുണ്ട് കേട്ടോ. നമ്മൾ പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞിട്ട് പാപം എന്നേ കർത്താവ് എടുത്ത് ദൂരെ കളഞ്ഞു. പക്ഷേ ഈ പിശാച് പിന്നെ ഓർപ്പിച്ചുകൊണ്ട് വരുമ്പം, മറ്റുള്ളവരത് ഓർപ്പിക്കുമ്പം നമ്മൾ വിചാരിക്കും, അയ്യോ ദൈവമേ, അത് ഉടനെ പറയണം, എൻ്റെ ദൈവം അത് ക്ഷമിച്ചതെങ്കിൽ എന്നേക്കുമായിട്ട് തുടച്ചു മാറ്റിയിരിക്കുന്നു, ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി തന്നിരിക്കുന്നു പറയാനുള്ള ധൈര്യം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് 28 എഴുതിയിരിക്കുന്ന ആവർത്തന പുസ്തകം. ഞാൻ നിന്നെ സകല ജാതിക്കും മീതെയാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. പട്ടണത്തിൽ അനുഗ്രഹം, വയലിൽ അനുഗ്രഹം, ഗർഭഫല അനുഗ്രഹം, കൃഷിഫല അനുഗ്രഹം, മൃഗങ്ങളുടെ ആടുകളുടെ പിറവി അനുഗ്രഹിക്കും, കൊട്ടയും മാവും അനുഗ്രഹിക്കപ്പെടും, വാലല്ല തലയാകും. ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന എൻ്റെ ദൈവമായ യഹോവയുടെ, നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് നമ്മളോട് ദൈവാത്മാവ് തന്നെത്താനെ ഒരു കാലത്ത് പറയാൻ തുടങ്ങുമ്പം ഉയർച്ച ദൈവമാണ് ഇടുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട, കർത്താവ് മാനിപ്പിക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. പക്ഷെ നമ്മൾ അവനോട് വിശ്വസ്തത കാണിക്കാൻ ജാഗ്രത
തെറ്റുപറ്റും ഇടയ്ക്കൊക്കെ, പക്ഷെ സാരമില്ല, തിരിച്ചോടി വാ, റിപ്പൻ്റ് ചെയ്യ്. ആദം ഹവ്വായും പാപം ചെയ്തു കഴിഞ്ഞപ്പം ആദം ക്ഷമ ചോദിച്ചിരുന്നെങ്കിലും ഹവ്വ ക്ഷമ ചോദിച്ചിരുന്നെങ്കിലും കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നേന്. പക്ഷേ ഈ ഒരു ഒരു ഹൃദയമുണ്ട്, ദൈവത്തോട് മറുത്ത് നിൽക്കുന്ന ഒരു റിബല്യസ് സ്പിരിറ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോട്ടെ വചനം കടന്നു ചെല്ലുന്നുണ്ട്. അപ്പോൾ പാപം വാതുക്കെ നിൽക്കുന്നതിനെ ചവിട്ടി മെതിക്കാൻ, അതായത് പാമ്പിനെയും തേളിനെയും ചവിട്ടാൻ അധികാരമുണ്ട്. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ഇതേപോലെ തന്നെ ക്രിസ്തുവിന് പരീക്ഷണം, 3 തരത്തിലുള്ള പരീക്ഷണവും വന്നു. കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം. 3നെയും ജയിച്ചത്, കാൽക്കീഴാക്കിയത് വചനത്തിൻ്റെ ഉറപ്പ് കൊണ്ടാണ്. വചനം അറിയാനല്ലോ വചനത്തിൻ്റെ ഉറപ്പ്. പിന്നെ വചനം എഴുതിയ ആൾക്ക് വചനത്തിൽ ഉറപ്പ് വരാതിരിക്കത്തില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കറക്റ്റായിട്ട് സമയമെടുത്ത് പഠിക്കാതൊന്നും ഇതും ആരിലും ഉണ്ടാകത്തില്ല. ഒരു മനുഷ്യരെ വിശ്വസിക്കാൻ കൊള്ളത്തുമില്ല. അത് സത്യങ്ങൾ അറിയണേ. ഒരു വ്യക്തിയിലും ഒരു നന്മ തന്നെ ഇല്ല പരിശുദ്ധാത്മാവില്ലാതെ. നമ്മൾ ചുമ്മാ പറയുക, അവർ സമൂഹത്തിന് നന്മ ഒരു പേര് കിട്ടാൻ വേണ്ടി നമ്മൾ നന്മ കാണിക്കും. പക്ഷേ ആരും നോക്കാത്തപ്പോൾ, വെളിച്ചമില്ലാത്തപ്പോൾ നിൻ്റെ പ്രവൃത്തി എന്താണെന്ന് ദൈവം അറിയുന്നു. അത് വിധിക്കുകയല്ല. ഈ സ്വഭാവങ്ങൾ, പാപത്തിൻ്റെ ഇഫക്റ്റ് എല്ലാവരിലും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതില്ലാതാക്കാൻ സാധിച്ചെങ്കിൽ, ഒരു ഡിഗ്രി വരെയെങ്കിലും സാധിച്ചെങ്കിൽ വലിയ കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു, നിൻ്റെ വാതിൽക്കലെ പിശാചിനെ മുട്ടി നിൽക്കുന്നിടത്ത് അവനെ അടിച്ചു മാറ്റാൻ റെസിസ്റ്റ് ചെയ്യും, അവനെ അടിച്ചു മാറ്റണം, എന്നിട്ട് എന്നോട് അടുത്ത് വരിക. അതുതന്നെയാണ് 1 കൊരിന്ത്യർ 2:9 പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അപ്പം തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്നേഹം കാണിക്കുന്നത്? 1 ആഗ്രഹം, ദൈവമേ എനിക്ക് നിൻ്റെ കൂടെ. പിന്നെ ബന്ധപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഇരിക്കുക. അതിനൊരു എക്സാമ്പിള്, ഞാൻ സൗദിയിലായിരുന്നപ്പോൾ ഇതേപോലെ ഒരാളുടെ ജോലി പോയി. പുള്ളി കള്ളു കുടിച്ചിട്ടാണ് ജോലി പോയത്. ജോലി പോയി കഴിഞ്ഞിട്ട് നമ്മളെ പ്രാർത്ഥിപ്പിക്കാൻ വിളിച്ചു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ, ഞങ്ങൾ 2 പേരും കൂടെ അവിടെയൊക്കെ രാവിലെ ജോലിക്ക് പോകുമല്ലോ. 6:30-7 ആയപ്പോഴത്തേക്ക് ഞാൻ ഞങ്ങൾ അവർ 2 പേരും കൂടെ ആ വീട്ടിൽ ചെന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ വെറുതെ പോവുകയാണ്, പുള്ളി അടുത്തൊന്നും വരത്തില്ല, കള്ളു കുടിക്കുന്നതാണ്. നമ്മൾ ചെന്നേച്ച് വാ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പുള്ളി ഒരു ശിശുവിനെ പോലെ നമ്മുടെ അടുക്ക വന്നിരുന്നു. നമ്മൾ കുറച്ച് വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞേച്ച് ഞാൻ പറഞ്ഞു, ഓഫീസിലോട്ട് അവിടെ പോയി. അവൻ ജോലി പോയി, കള്ളു കുടിച്ചതിന് ജോലി പോയ വ്യക്തിയാണ്. ഇനി എന്തെങ്കിലും തരത്തിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ വേറെ ജോലി കിട്ടണം, കഴിവുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇവിടെ തന്നെ തിരിച്ചെടുക്കണം. 2 ഓപ്ഷനേ ഉള്ളൂ. പോകാൻ പറഞ്ഞു. ഒരു മടിയും കൂടാതെ ആ മനുഷ്യൻ ഓഫീസിൽ തിരിച്ചു പോയി. 4 മണി വരെ, ഒരു 5 മണി വരെ, രാവിലെ പോയതാണ്, 6 മണി, വൈകിട്ട് 6:30 ആയപ്പോഴത്തേക്ക് അതിൻ്റെ സൗദി കടന്നു വന്നു. അയാൾ ചോദിച്ചു, എന്താണ് നീ ഇവിടെ ഇരിക്കുന്നത്, ഇതുവരെ പോയില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ ജോലി പോയി, നഷ്ടപ്പെട്ടു, അബദ്ധം. അപ്പോൾ പുള്ളി അകത്ത് വിളിച്ചേച്ച് പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ വിസ NOC നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് തരാം, നീ വേറെ എവിടെയെങ്കിലും പോയി ജോലി വാങ്ങിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. 1 മാസത്തിന് ആ കൊച്ചിന് വേറൊരു നല്ല ജോലി ദൈവം കൊടുത്തു. കേട്ടോ? പ്രാർത്ഥന കേട്ടു. ദൈവം കൃപ ചെയ്യുന്ന ദൈവമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് മറ്റുള്ളവരുടെ ബലഹീനതയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പം പോലും ദൈവം കേൾക്കുന്നു. ജോസഫിൻ്റെ ജീവിതത്തിൽ പൊത്തിഫറാണ് ജോസഫിനെ പിടിച്ച് എന്താന്ന് ചോദിച്ചു പോലില്ല. ചോദിച്ചതിൽ നമ്മൾ തെറ്റോ ശരിയോ ചോദിക്കേണ്ട. അതിലൊരു ഭാര്യ പറഞ്ഞ് പിന്നെ തെളിവും കൂടെ, ജോസഫ് എടുത്ത വസ്ത്രം, ഇതിൻ്റെ മേൽവസ്ത്രം കയ്യിലിരിക്കുന്നു. അങ്ങനെ തെളിവോടെ കാണിച്ചു കഴിയുമ്പോൾ അയാൾക്ക് സംശയം തോന്നിയില്ല. പൊത്തിഫർ ഒരിക്കൽ പോലും ജോസഫിനോട് ചോദിച്ചുമില്ല. എന്തെന്നറിയാതെ കൊണ്ടുപോയി ജയിലിലിടുക ചെയ്ത്. ജയിലിൽ കിടന്നിട്ട് എന്ത് ചെയ്തു? ജോസഫ് അവിടെ കിടക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തനം ചെയ്തുകൊണ്ടേയിരുന്നു. തക്ക സമയത്ത്, സമയങ്ങളെടുക്കുന്നു, തക്ക സമയത്ത് ജോസഫിനെ ഫറോ വിളിപ്പിക്കുന്നു, സ്വപ്നം കാണുന്നു, ഫറോ വിളിക്കുന്നു, ജോസഫ് സ്വപ്നം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതോടുകൂടി ജോസഫിനെ ഉന്നത പദവിയിലാക്കി. എന്ത് സംഭവിച്ചു? ഈ ദുഷ്ടത ചെയ്ത പൊത്തിഫറിൻ്റെ ഭാര്യയുടെ മുമ്പിൽ, അതായത് ഫറോൻ്റെ രാജ്യം തന്നെയാണെന്ന് ഓർക്കണം. പൊത്തിഫറിൻ്റെ ഭാര്യയുടെ മുമ്പിൽ, പൊത്തിഫറിൻ്റെ മുമ്പിൽ ഫറോ പറയുന്നു, ഇതാ ഞാൻ എൻ്റെ മുദ്രമോതിരം നിൻ്റെ കയ്യിലിടുന്നു, എന്നെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ അധികാരി നീയാണ്, ഈ ദേശത്തിൻ്റെ അധികാരി. നീ പോകുമ്പോൾ ഒരു മനുഷ്യനവൻ്റെ തല തുയർന്ന് നിന്നെ നോക്കത്തില്ല. എൻ്റെ രഥം, ഞാൻ ഉപയോഗിക്കുന്ന രഥം ഞാൻ നിനക്ക് തരുന്നു. ഇത്രയൊക്കെ ഉന്നത പദവി കൊടുക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ മാനിച്ച് നിൽക്കുന്നവർക്ക് ഒരു
പ്രതിഫലമുണ്ട്, ഒരു മറുപടി അയക്കും എന്ന് വ്യക്തമായിട്ട് നമുക്കൊന്ന് പറയാൻ അധികാരമുണ്ട്. സാബ്, എൻ്റെ അനുഗ്രഹം എൻ്റെ ഭവനത്തിൽ കടന്നു വരേണ്ടത് വേറൊരു അടുത്തോണ്ട് പോകാനൊക്കത്തില്ല. ഞാനത് നിന്നോട് ചോദിച്ചു വാങ്ങിക്കുന്നു, നിൻ്റെ പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ യേശുവിൻ്റെ പരീക്ഷണത്തിലും വചനം അയച്ചു കഴിഞ്ഞപ്പം പിശാചിന് മനസ്സിലായി ഈ വചനത്തിൽ ഒത്തറ ഉറപ്പ്, അതാണ് ഫൗണ്ടേഷൻ. അത് എപ്പോഴും നമ്മൾ കൊടുക്കാൻ വെക്കുന്നത്. ഞാൻ പറയുന്നത് 5 വയസ്സിന് മുൻപ് കുഞ്ഞുങ്ങൾക്കത് ഇടണം. 10 വയസ്സിന് മുമ്പ് തീർത്തും. 10-11 ആകുമ്പോഴത്തേക്ക് കോളേജുകളിലൊക്കെ സ്കൂളിലൊക്കെ പിന്നെ വേണ്ടാത്ത തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ കുന്തവും പിന്നെ ഹോമോസെക്ഷുവാലിറ്റിയും ദൈവത്തെക്കുറിച്ചെന്ന് വേറെ തിയോളജിയും ഒക്കെ പഠിപ്പിച്ച് വെക്കുന്ന ഒരു കാലത്ത് നമ്മൾ വീടുകളിൽ ഈ കുഞ്ഞുങ്ങളെ ശരിയായിട്ട് പഠിപ്പിക്കാതെ വിട്ടുപോയെങ്കിൽ എത്ര വലിയ വചനം അറിയുന്നവർ പോലും തെറ്റിപ്പോകുന്ന ഒരു കാലത്ത് രാവും പകലും ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് തലമുറ നശിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2ാമത്തെ പോയിൻ്റ്, ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. ആരാണ് വാതിക്കൽ നിൽക്കുന്നത്? ന്യായാധിപതി. ദൈവം പറയുന്നു നിൻ്റെ ഓരോ പ്രവർത്തനം. രാവിലെ പറഞ്ഞു, ആദ്യം പറഞ്ഞു പാപം വാതിക്കൽ നിൽക്കുന്നെന്ന്. യാക്കോബിൻ്റെ 5:9 ഇങ്ങനെയാണ് വായിക്കുന്നത്. 9, 7, 8, 9. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. ആരായിപ്പം നിൽക്കുന്നത്? അത് ജഡ്ജ്. ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. നീ ധൈര്യമായിട്ട് നിൽക്കുക. നിൻ്റെ ആത്മാവ് ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നത് നീ കാണുന്നുണ്ടോ? ചോദിക്കുകയാണ്. ആരാണ് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടിന്. അയാൾ നല്ലതോ ചീത്തയോ എന്ന് എന്തെങ്കിലും ചോദ്യം. നിൽക്കുന്ന ദൈവം നിയോഗിച്ച ആളല്ലെങ്കിൽ നമുക്ക് പറ്റി. ഏതായാലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ, ഈ ന്യായാധിപതി വാതിക്കൽ നിൽക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയാം, നീ ഞരങ്ങണ്ട. റോമർക്കെഴുതിയ ലേഖനം 8:1-2 Therefore there is no condemnation for those who are in Christ Jesus. ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. എന്തൊരു ബ്ലാങ്കറ്റായിട്ടുള്ളൊരു ഉത്തരമല്ലേ. നമുക്ക് ബലഹീനത തീർന്നിട്ട് ജീവിക്കാൻ ഒക്കുമോ? ഇല്ല. കാരണം പാപത്തിൻ്റെ കുറേയൊക്കെ സാധിക്കും, പക്ഷേ ഏറ്റക്കുറച്ചിലുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും മാറാൻ എളുപ്പമല്ല. അതുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനം 8:1 പറയുന്നത്, അതുകൊണ്ട് ക്രിസ്തുവിലായപ്പോൾ ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നമുക്ക് ദൈവം ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു എങ്കിലും ക്രിസ്തുവാകുന്ന ന്യായാധിപതിയുടെ അടുക്കൽ പാപബോധത്തോടും നീതിബോധത്തോടും കടന്നു ചെല്ലുന്നുവെങ്കിൽ ന്യായാധിപതി അനുകൂലമാക്കി നിർത്താൻ കഴിവുള്ളവർ. എത്രയോ കുറ്റം ചെയ്തവർ, പാപം ചെയ്തവർ വെറുതെ വിട്ടുപോകുന്നത് കർത്താവിൻ്റെ വലിയ കരുണ കൊണ്ട്. അവരൊക്കെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നത് ദൈവകരുണയാണ്. അത് നമുക്കുണ്ട്, അത് നമ്മുടെ തലമുറകൾക്കുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും വറ്റിപ്പോകുന്നില്ല. അവിടുന്ന് മാറല്ലേ. വേറൊരാൾ വരുന്നിടം വരെ അവരെ വെച്ചു പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയം തന്നെ അടുത്ത ദിവസം ബാക്കിയെടുക്കാം. കർത്താവേ, വാതിക്കൽ പാപം നിൽക്കുന്നു എന്ന് പഠിപ്പിച്ചു. 2ാമത് വാതിക്കൽ ന്യായാധിപതി നിൽക്കുക. ഞാൻ പിറുപിറുക്കുന്ന സ്വഭാവം, അങ്ങനെയുള്ള മറുതലിപ്പിൻ്റെ റിബലിയസ് സ്പിരിറ്റ് നമ്മളിലെ, നമ്മുടെ മക്കളിലെ, കുടുംബാംഗങ്ങളിൽ ഉള്ളതിനെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള വചനം അയച്ചിട്ട് അതിനെ വെട്ടിമാറ്റി കൃപ കൊണ്ട് നിറച്ചേ പറ്റൂ. ദൈവത്തിൽ വിനയപ്പെടുന്ന ഒരു സ്വഭാവം തലമുറകൾക്ക് ഇട്ടുകൊടുക്കണം. എവിടെ പോയാലും ദൈവം ഒരു കൊട്ട് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരണം. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇസ്രായേൽ ജനതയെ മുഴുവനും നടത്തിയത് മോശ പോലും പലപ്പോഴും തലയിൽ കൈവച്ച് എനിക്ക് വരെ വഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞെടുത്ത് ദൈവം അതിശയം ചെയ്ത് അവരെ കനാൻ ദേശത്ത് എത്തിപ്പിച്ചതുപോലെ തലമുറകളുടെ മേൽ നിൻ്റെ ആത്മാവ് അയക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ നിൽക്കുന്നത്. ഈ ലോകത്തിൻ്റെ കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം അത് അങ്ങേയറ്റം മുൻപോട്ട് വരുന്ന ഈ ഒരു കാലം, സോദോം ഗോമോറ പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ നിൻ്റെ ആത്മാവിനെ അതിശക്തമായിട്ട് അയക്കണമേ കർത്താവേ. നീ അത് ചെയ്തേ പറ്റൂ കർത്താവേ. നിന്നോട് ഞങ്ങൾ വാദിക്കുക. പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ എന്നോട് വാദിക്കാൻ തലമുറകളുടെ മേൽ അധിക കൃപയൊഴുക്കണം. പാപം പെരുകുന്നിടത്ത് കൃപ ഒഴുക്കുമെന്നും നീ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ കരുണ
നീ അവരെയൊക്കെ കൈക്ക് പിടിച്ച് മുൻപോട്ട് കൊണ്ടുവന്ന് സത്യദൈവത്തിൻ്റെ ആത്മാവിലൂടെ തലമുറ കൊച്ചുമക്കളിലൊക്കെ ആത്മാവ് ചെന്ന് പ്രവർത്തിച്ചിട്ട് രാത്രിയിലും പകലും ദൈവദൂതന്മാർ ഇടത് വലത് മുൻപ് നിന്ന് ദൈവശബ്ദം കേൾക്കാനിടയാക്കണം. മറ്റുള്ളതിനോടൊക്കെയുള്ള ഒരു വെറുപ്പ് നീ ഇട്ട് കൊടുക്കണം. കൃപയിൽ അവരെ പൊതിഞ്ഞോണമേ. ഞങ്ങൾ അയക്കുന്ന ഈ പ്രാർത്ഥന തലമുറകളുടെ മേൽ ചെന്ന് വീഴട്ടെ. അവിടുന്ന് അത് ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്ന നാമത്തിൽ തന്നെ ആമേൻ.